നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഭ്രമയുഗം ഇപ്പം അതിൻ്റെ ചർച്ചകളാണ് സിനിമയിൽ മൊത്തത്തിൽ. സിനിമയും ആൾക്കാരും എല്ലാം ചർച്ച ചെയ്യുന്ന ഭ്രമയുഗമാണ്. ഭ്രമയുഗം വിജയിക്കാനുള്ള ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ, അത് മലയാളികൾ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലെയുള്ള പ്രേക്ഷകർ അതിന് കൊടുത്ത സ്വീകാര്യതയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്? പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ. നിങ്ങൾക്കും കമൻസ് ഇടാം. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻസ് ഇടാം. കമൻസ് ഇടുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അത് ഏത് സിനിമയായാലും നമുക്ക് കമൻസ് ഇടുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളാകാം. കമൻസിലൂടെ ചിലപ്പോൾ നല്ല നല്ല പോയിന്റുകൾ കിട്ടും. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് പറയാൻ പറ്റണമെന്നില്ല. തിരുത്താനുള്ള അവകാശവും പ്രേക്ഷകനുള്ളതാണ്, ഇത് കാണുന്ന ഒരാൾക്കുള്ളതാണ്. അന്നേരം അതൊക്കെ ഇടാം. അന്നേരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഭ്രമയുഗം എന്ന സിനിമ ലോകമെമ്പാടും സ്വീകരിക്കാനുണ്ടായ കാരണങ്ങൾ. മമ്മൂട്ടിയെക്കുറിച്ച് ആദ്യം ഞാൻ പറയുന്നില്ല. ആദ്യം നമുക്ക് ബാക്കിയുള്ള വശങ്ങളിലേക്ക് കയറി വരാം. ഒന്ന്, ഈ സിനിമ ഒരു മാസ്റ്റർ ക്രാഫ്റ്റാണ്. അതായത് ഒരു ഗംഭീര കപ്പിത്താനില്ലാതെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ മുന്നോട്ട് പോകത്തില്ല. ആ കപ്പിത്താൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, രാഹുൽ സദാശിവനാണ്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിജയമെന്ന് ഞാൻ പറയും. കാരണം ഇത് ഈ സിനിമയ്ക്ക് മുമ്പുള്ള ഭൂതകാലം, അതിന് മുമ്പ് അദ്ദേഹം റെഡ് റെയിൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അദ്ദേഹം പറഞ്ഞു ആരെയും അസിസ്റ്റൻറ്റോ അസോസിയേറ്റ് ചെയ്യാത്തൊരു ഡയറക്ടറാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആരുടെയും അസിസ്റ്റൻ്റായിട്ടോ അസോസിയേറ്റ് ആയിട്ടോ വർക്ക് ചെയ്യാത്ത ഒരാളാണ് ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഡയറക്ടർ. അത് തന്നെ കയ്യടി അറിയിക്കുന്ന കാര്യമാണ്. 2, ഇദ്ദേഹം ഇതിൻ്റെ റെഡ് റെയിൻ എന്ന് പറഞ്ഞ സിനിമ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ആ സിനിമയെക്കുറിച്ചൊക്കെ പഠിച്ചു വന്നത് ചുമ്മാ എടുത്തൊരു സിനിമയാണ്. ആദ്യ സിനിമയായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞു, എൻ്റെ ഇതായിട്ട് ഞാൻ എൻ്റെ ബുക്കുകളിൽ തുടങ്ങിയേക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു ചാറ്റിൽ തുടങ്ങിയേക്കുന്ന ഭൂതകാലമാണ്. ഭൂതകാലം പോലും അദ്ദേഹത്തിന് സ്ക്രീനിൽ കാണാൻ പറ്റിയില്ല. സ്ക്രീനിൽ ആൾക്കാരുടെ കൂട്ടത്തിലിരുന്ന് കാണാൻ, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല. അത് OTT പ്ലാറ്റ്ഫോമിൽ. പക്ഷേ ഭൂതകാലം ഭയങ്കരമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടു. അത് കഷ്ടപ്പാടിൻ്റെ വിജയം എപ്പോഴും കിട്ടുമെന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഭ്രമയുഗമാണ് പിന്നീട് തിയേറ്ററിൽ ഇറങ്ങിയ ആദ്യ സിനിമ എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഈ ആദ്യ സിനിമ ഇത്രയും സ്വീകരിക്കുമെന്ന് ഒരിക്കലും ഒരു പ്രേക്ഷകനും അതിൽ ഒരുപക്ഷെ എൻ്റെ ക്രൂ മെമ്പേഴ്സോ ആരും വിചാരിച്ച് കാണുന്നില്ല. കാരണം ഇത് പൂർണ്ണമായും പരീക്ഷണ ചിത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലും അതിനെ 100% ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണം, ഈ യുണീക്ക് ആയിരിക്കണം, ഈ കാലഘട്ടം ഇതായിരിക്കണം എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഉൾപ്പെടെ അതിൻ്റെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കൃത്യമായിട്ടും ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പടം ചെയ്യുന്നതെന്നുള്ളത് തറപ്പിച്ച് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പടം തുടങ്ങിയത്. അതായത് കൃത്യമായ ഒരു വിഷനോട് കൂടിയൊരു ഡയറക്ടർ. ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സാണ് നമുക്ക് വേണ്ടത്. പുതുമുതലവരിൽ എന്തും വേണ്ടി ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് രാഹുൽ സദാശിവൻ. ഇപ്പോൾ ഒരാൾ നല്ല ചെയ്യുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. അതെല്ലാം പ്രേക്ഷകർ ചെയ്യേണ്ടതാണ്. അന്നേരം രാഹുൽ സദാശിവനാണ് ഇതിൻ്റെ മെയിൻ. അതായത് കപ്പിത്താന് തന്നെ ആദ്യത്തെ കൈയടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ലോകമെമ്പാടും സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 2, ഇതിൻ്റെ ടെക്നിക്കൽ വശം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടെക്നിക്കൽ വശങ്ങളാണ്. കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഷഹനാദ് ജലാൽ എന്ന് പറയുന്നതാണ്. എന്തൊരു രസമാണ് അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാണാൻ. അതിനകത്തൊരു, ഞാൻ സ്പോയിലറായിട്ട് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം ഉള്ള സീനുണ്ട്, മന, ഒരുപാട് സംഭവങ്ങളില്ല. 3 ക്യാരക്ടേഴ്സും ഒരു മനയും വെച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രം ക്യാമറയുടെ എത്ര സാധ്യതകളാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഒരു വിഷ്വൽ മാജിക് അദ്ദേഹം കാണിച്ചു വെച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. അത് ഷഹനാദ് ജലാൽ എന്ന് പറയുന്ന അദ്ദേഹം. പിന്നെ ഇതിൻ്റെ എല്ലാവരുടെയും ആരും മമ്മൂട്ടി ആദ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഇതിൻ്റെ ഈ ക്യാരക്ടർ പോസ്റ്റ് വന്നപ്പം അതിൻ്റെ മേക്കപ്പിൻ്റെ വ്യത്യാസമാണ്. റോണക് സേവിയർ, ഇതിൻ്റെ ക്രിസ്റ്റോ സേവിയർ എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അസാധ്യ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടാണ് നമ്മളവിടെ ഇരുന്ന് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, എൻ്റെ പൊന്നോ, ഇതിനകത്ത് ഓരോരോ സീൻ എടുത്താൽ ജ്യോതിഷ് ശങ്കറാണ്. എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തെ
ആർട്ടെന്ന് പറയുന്നതിന് ഇത്രയും സാധ്യതകളുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആർട്ട്, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കളറായിട്ട് ഇത് ഫീൽ ചെയ്യത്തില്ല, വളരെ വളരെ ശ്രദ്ധിക്കണം. പക്ഷേ ആർട്ട് ഇത്രയും അതിഗംഭീരമായി ചെയ്ത അടുത്ത് ഏതൊരു സിനിമ വേറെയില്ല, സംശയം വേണ്ട. അന്നേരം ജ്യോതിശങ്കർ എന്ന് പറയുന്ന ഗംഭീര കേടി ഉണ്ടാവണം. പിന്നെ ഞാൻ പറയാറുണ്ട്, ഇതിൻ്റെ ഏറ്റവും ഫൈനലിൽ ഒരാൾ കാണും ഈ സിനിമ, അദ്ദേഹമാണ് ഇതെല്ലാം പരിപൂർണമായി കണ്ടതിന് ശേഷം സെൻസർ ബോർഡിലേക്ക് അയക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് പോകുന്നത്. അത് മിക്സ് ചെയ്യുന്ന, ഫൈനൽ മിക്സ് ചെയ്യുന്ന ആളാണ്. അത് നമ്മുടെ രാധാകൃഷ്ണനാണ്, നമ്മുടെ എം ജി രാധാകൃഷ്ണൻ്റെ മകൻ. എം ജി രാധാകൃഷ്ണൻ്റെ മകൻ എന്നുള്ള പേരിൽ നിന്നൊക്കെ അദ്ദേഹം ഒരുപാട് തലത്തിലേക്ക് പോയി. അത് എല്ലാത്തരം മലയാളം, തമിഴ്, കന്നഡ, നമ്മുടെ കാന്താര ഒക്കെ ചെയ്ത അദ്ദേഹം തന്നെയാണ്. എത്രയോ ദേശീയ അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കിട്ടിയേക്കുന്ന, ഒരുപാട് ബഹുമതികൾ കിട്ടിയേക്കുന്ന ആളാണ്. ആനിമൽ എന്ന് പറഞ്ഞ് നമ്മുടെ ബോളിവുഡ് ചിത്രം ചെയ്ത പോലും ഈ രാധാകൃഷ്ണനാണ്. അന്നേരം ഇവർക്കെല്ലാം വളരെ ഒരു വിജയമുണ്ട്. അതാണ് രണ്ടാമത് ടെക്നിക്കൽ ക്രൂ. 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ എണ്ണം പറഞ്ഞ് വരുന്നത് മുൻപേ കയറി വരുന്നതിൻ്റെ ഓർഡറിലൊന്നും ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമ എങ്ങനെയാണോ കാലഘട്ടം ഇതാണോ ആ സിനിമയെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞവർ, കാണാത്തവർ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിരിക്കത്തില്ല. ഈ സിനിമ കാണുമ്പം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ ആയിരിക്കാവുള്ളൂ നമുക്കറിയാം. നമുക്ക് ആദ്യം ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ടുള്ള അംശങ്ങളുള്ളത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയാൽ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഇറങ്ങേണ്ട സിനിമയാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ. 4 ഇതിനകത്ത് പ്രധാനപ്പെട്ട 3 താരങ്ങൾ. അമളുടെയും മണികണ്ഠനും 2 സീനേ ഉള്ളൂ. അവർ ആ സീൻ ഗംഭീരമാക്കിയാണ്. അമളുടെക്ക് സിനിമയ്ക്ക് അത് സ്പോയിലറാണ്, സ്പോയിലറായിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് സംസാരിക്കുന്ന ഡയലോഗ് ഡെലിവറി പോലും ഇല്ല, ഡയലോഗ് പോലും ഇല്ല. പക്ഷേ 2 സീനുകളിൽ നമ്മളുടെ ഗംഭീരമായിട്ടുണ്ട്. മണികണ്ഠൻ ഒറ്റ സീനേ ഉള്ളത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 2 പേരൂടാണ്. അർജുൻ അശോകൻ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്, ജീവിക്കുകയാണ്. അതിനകത്തെ പാണനായിട്ടുള്ള ആ ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ് അർജുൻ അശോകൻ. സിദ്ധാർത്ഥ് ഭരതൻ, എൻ്റെ എന്ത് പറയാനാണ് സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഇത്രയും അഭിനയ ശ്രദ്ധിച്ചത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും കെ പി സലീലയുടെയും ഭരതൻ്റെയും മകനാണ്. എന്തായാലും ആ ജീൻ കിട്ടാതിരിക്കത്തില്ല. അതിൻ്റെ മാക്സിമം ബെസ്റ്റ് ഇവർ 2 പേരും കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. അതുപോലെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു സിനിമ കൺസീവ് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നിർമ്മിക്കണം എന്നുള്ളൊരു പരീക്ഷണം എടുക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള ചങ്കൂറ്റം വേണം. അന്നേരം നിർമ്മാതാക്കൾ, അതായത് വൈനോട്ട് സ്റ്റുഡിയോ, നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ, വൈനോട്ട് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസ്. ആ പ്രൊഡക്ഷൻ ഹൗസിനും ചങ്കൂറ്റത്തിനും വേണം നമുക്ക് കൈയ്യീട് കൊടുക്കാൻ. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് എത്രമാത്രം സാധ്യത, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് അവരത് പ്രൊഡ്യൂസ് ചെയ്തത്. അന്നേരം ഇത്രയും കാരണങ്ങളായി. ഇത് 5ാമത് പോയിൻ്റായിട്ട് പറഞ്ഞെങ്കിലും ഈ പോയിൻ്റാണ് ഈ സിനിമയുടെ നട്ടല്, ബാക്ക് ബോൺ. ഈ സിനിമയുടെ ഫുൾ ക്രെഡിറ്റും ഒറ്റൊരാളിൽ വരും. അത് മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിൻ്റെ, ലോകത്തിൻ്റെ അഭിമാനമായ മമ്മൂട്ടി. കാരണം മമ്മൂട്ടി ഈ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ ഈ സിനിമ ഇത്രയും പേര് കാണത്തില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ആദ്യത്തെ പോയിന്റ്. ഇത്രയും പേരിലേക്ക് എത്തത്തില്ല, റീച്ച് ചെയ്യത്തില്ല. പിന്നെ അദ്ദേഹം ഈ 73ാമത്തെ വയസ്സിൽ, ഇദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാവുന്നൊരു നടൻ വേറെയില്ല. അത് വിധേയമാവുന്നല്ല, അത് വിജയിപ്പിച്ചെടുക്കാനുള്ള കഴിവും തൻ്റെയും അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം കാതൽ ചെയ്തപ്പം ആ ഹോമോസെക്ഷലായിട്ടുള്ള ക്യാരക്ടർ സ്വീകരിക്കുമെന്നുള്ളത് ഭയങ്കരമായ പ്രശ്നമായിരുന്നു. അത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയും മാറി. നൻപകലായാലും പുഴുവായാലും എല്ലാത്തിനകത്തും ഒരു തൻ്റെ ഇടം വേണം, അത് അഭിനയിച്ച് ഫലിപ്പിക്കുകയും വേണം. ഇതിനകത്തെ ചെറിയ ചെറിയ ചിരികളും അട്ടഹാസങ്ങളും ചെറിയ ചെറിയ നോട്ടങ്ങളും ചെറിയ ചെറിയ ചിരികളും വിരലുകൊണ്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇത് സിനിമ കാണുന്നവർക്കറിയാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ അണുവിട തെറ്റിയാൽ പാളിപ്പോവും. കാരണം മമ്മൂട്ടി എന്ന നടൻ്റെ സ്പേസ്, ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ, അർജുൻ അശോകൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ, മമ്മൂട്ടി ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മമ്മൂട്ടി എന്ന നടനോട് വന്നതോടുകൂടി സിനിമ അതിഗംഭീരമായി. ഇത് തിയേറ്ററിൽ കാണാത്ത പ്രേഷൻ, എൻ്റെ ഒരു സിനിമ ആസ്വാദനം, തിയേറ്ററിൽ കാണാത്ത പ്രേഷൻ ഒരു വലിയ നഷ്ടം തന്നെയാണ്. അതിനകത്ത് സംശയം വേണം. ഇത് തിയേറ്ററിൽ കണ്ടിരിക്കണം, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ കുറേ വാക്കുകൾ ചെയ്യുമ്പോൾ ജാടയ്ക്ക് പറയുന്നെങ്കിലും ഇതാണ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്.
ഉണ്ട്, കാണാൻ അതുപോലെ ഉണ്ട്. കാരണം മലയാള സിനിമ ലോകത്തിന് കൊടുത്ത സംഭാവനയായിട്ട് എടുക്കാം ബ്രഹ്മയുഗം. അത് ഇവരെല്ലാവരും ഇവിടെയും ടോട്ടൽ എഫേർട്ടിൻ്റെ ഫലമാണ് ബ്രഹ്മയുഗം. ഇനി അതിൻ്റെ കളക്ഷനും ബാക്കിയുള്ള കോടിക്കണക്കിന് കളക്ഷൻ്റെ സംഭവങ്ങളും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കളക്ഷനൊക്കെ തകർത്ത് വരുകയാണ്. എന്തായാലും നല്ല സിനിമയ്ക്ക് നല്ല കളക്ഷൻ കിട്ടട്ടെ, അവരുടെ എഫേർട്ടിന് കിട്ടട്ടെ. എല്ലാ ആ ടീമിനും ഫുൾ ആശംസകൾ. നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം, നിങ്ങളുടെ കമൻറ്റുകളും പറയാം. നമ്മളെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്തെടുക്കാം. കമൻസിനൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. അന്നേരം നിങ്ങളുടെ കമൻസ് വായിച്ച് നോക്കാറുണ്ട്. അന്നേരം സ്വാഭാവികമായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നിങ്ങളുടെ കമൻസും നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലുള്ള സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാകും. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ വരുന്നവരെ സൈനിങ് ഓഫ്.